ശുക്രനിൽ സുഖിക്കാത്തവരില്ല. ശുക്രൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും പറ്റിയ വാക്കുകളാണ്. മാത്രമല്ല, ഒരാളുടെ ഏറ്റവും നല്ല കാലത്ത് നമ്മൾ പൊതുവെ പറയുന്നതാണ് അവൻ ശുക്രദശാകാലമാണ്, അല്ലെങ്കിൽ അവൾക്ക് ശുക്രദശാകാലം ആണ് എന്നുള്ളത്. ഇതൊക്കെ ശുക്രൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന വാക്കുകളാണ്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ശുക്രനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ശുക്രൻ ഏത് രാശികളിൽ ഏത് ഭാവത്തിൽ നിന്നാലും പറയത്തക്ക ദോഷങ്ങൾ ചെയ്യില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് അനിഷ്ടസ്ഥാനങ്ങളിൽ നിന്നാൽ മറ്റ് ഗ്രഹങ്ങളിൽ ചെയ്യുന്ന അത്ര ദോഷം ശുക്രൻ ചെയ്യാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശുക്രനിൽ സൂചിക്കാത്തവരില്ല എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ ശുക്രനെ കുറിച്ച് പറയാനുള്ള കാരണം, ശുക്രൻ രാശിമാറ്റം നടത്തുകയാണ്. അതായത് കുംഭം രാശിയിൽ നിന്ന് ശുക്രൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് ഈ മാസം 28-ാം തീയതി ശുക്രൻ ചാരവശാൽ പ്രവേശിക്കുന്ന കാലഘട്ടമാണ്. എന്ന് മാത്രവുമല്ല, മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ശുക്രൻ ഒരു മാസ കാലഘട്ടത്തിലായിരിക്കും ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇപ്രാവശ്യം ശുക്രൻ 4 മാസക്കാലം ഉച്ചക്ഷേത്രത്തിൽ, അതായത് മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാകയാൽ ഏതാണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് തന്നെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് നിൽക്കുന്ന, അതായത് ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കാം. ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ, അതായത് ഉച്ചസ്ഥനായി മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകാവുന്ന ഒരു രാശിയാണ് ഇടവം രാശി, അതായത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനത്തെ 3 പാദം, അല്ലെങ്കിൽ കാർത്തിക മുക്കാൽ എന്ന് നമ്മൾ പറയും. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ചേരുന്നതാണ് ഇടവക്കൂർ. ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ വരുന്നത് 11-ാം ഭാവത്തിലാണ്, അതായത് അഭീഷ്ടസ്ഥാനത്താണ്. അഭീഷ്ടസ്ഥാനത്ത് ശുക്രൻ വരുമ്പോൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. 11 വരുമാന സ്ഥാനം കൂടി ആയതുകൊണ്ട് അപ്രതീക്ഷിതമായ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും. കർമ്മരംഗത്ത് വളരെയേറെ പുരോഗതി ദൃശ്യമാകുന്നതായിരിക്കും. ലഭിക്കാനുണ്ടായിരുന്ന ധനം തടസ്സം മൂലമൊക്കെ മുടങ്ങിക്കിടന്നതൊക്കെ ഈ കാലഘട്ടത്തിൽ മാറുന്നതും, അതുവഴി സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നതുമായിരിക്കും നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ അഭീഷ്ടസ്ഥാനത്തായതുകൊണ്ട് തന്നെ പ്രണയസാഫല്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരത്തിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു 4 മാസക്കാലമാണ് വരാൻ പോകുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അടുത്തതായിട്ട് വരുന്ന രാശി എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ്, അതായത് മിഥുനക്കൂറുകാർ. മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാന പാദങ്ങൾ, തിരുവാതിര, പുണർത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നത് 10-ാം ഇടത്താണ്, കർമ്മസ്ഥാനത്ത്, ചാരവശാൽ കർമ്മസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ആഗ്രഹിച്ച ട്രാൻസ്ഫറുകൾ, പ്രമോഷൻ സാധ്യതകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്.
കലാകാരന്മാർക്കൊക്കെ വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ്. അതായത് സാമ്പത്തിക നേട്ടം കൂടാതെ കീർത്തിപത്രം, പ്രശംസ, അവാർഡുകൾ എന്നിവയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ കരാറുകാരെ, കർഷകർ ഇവർക്കൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളും കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ ശുക്രൻ്റെ ഉച്ച രാശിയിലുള്ള ഫലങ്ങൾ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ്. പിന്നീട് അടുത്തതായി വരുന്നത് കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണരത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ ഉച്ചസ്ഥനായി വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ഭാഗ്യം വന്നു ചേരുന്ന ഒരു 4 മാസക്കാലമാണ് വരാൻ പോകുന്നത്. ഭാഗ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായിരിക്കും. എന്തിന്, ലോട്ടറി ഭാഗ്യം വരെ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കർക്കിടകക്കൂറുകാർ കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും അനുകൂലമായൊരു കാലഘട്ടമാണ് മീനൻ രാശിയിലേക്കുള്ള ശുക്രൻ രാശിമാറ്റം കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഏറ്റവും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നത് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുകയാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. എങ്കിൽ പോലും സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പേരുദോഷം കേൾക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളിൽ പ്രധാനപ്പെട്ടവ. ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികം എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഉച്ചത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മാനസിക സന്തോഷം ഉണ്ടാകുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പഴയ കാലത്ത് പഠിപ്പിച്ച ഗുരുജനങ്ങളുമായിട്ടൊക്കെ കണ്ടെത്താനും അതുപോലെ തന്നെ അധ്യാപകർക്കും ഗുരുജനങ്ങൾക്കുമൊക്കെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. പിന്നീട് എടുത്തു പറയാവുന്നൊരു കാര്യം, ക്ഷേത്ര ദർശനമൊക്കെ ആഗ്രഹിക്കുന്നത്, അതായത് തീർത്ഥാടനത്തിനൊക്കെ പറ്റിയൊരു കാലഘട്ടമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക്. അതിനുള്ള സാധ്യതകളൊക്കെ ഈ കാലഘട്ടത്തിൽ എന്നായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ ഗുണകരമായി പോകുന്നതായിരിക്കും. അതുപോലെ സന്താനലബ്ധിക്കുള്ള സാധ്യതകൾ, നല്ല സന്താനങ്ങളെ ലഭിക്കാനുള്ള സാധ്യതകൾ, സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചിരുന്നവർക്ക് അതിന് അനുകൂലമായൊരു കാലാവസ്ഥയൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ കർമ്മരംഗത്തും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്നിവയൊക്കെ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ഉച്ചക്ഷേത്രത്തിലുള്ള സ്ഥിതി മൂലം ഉണ്ടാകുന്നതായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ധനുക്കൂറിൽപ്പെട്ടവർക്കാണ്. ധനുക്കൂറിൽപ്പെട്ടവർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ഈ നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതായത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. വീട് പണി മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും. വാഹനയോഗം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സമയമാണെന്ന് പറയാവുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥമായ അന്തരീക്ഷം,
ബന്ധുജനങ്ങളുമായി സമാഗമം എന്നിങ്ങനെ വളരെ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ശുക്രൻ്റെ രാശിമാറ്റം മൂലമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു ഗുണകരമായ കാലഘട്ടത്തിലേക്കാണ് ധനുക്കൂറുകാർ കടന്നു പോകാൻ പോകുന്നത്. ഇനിയും ശുക്രമാറ്റം മൂലം ഏറ്റവും കൂടുതൽ ശുക്രൻ്റെ മാറ്റം അല്ലെങ്കിൽ ശുക്രൻ്റെ ഉച്ചസ്ഥിതി മൂലം ഏറ്റവും കൂടുതൽ ഗുണങ്ങളുണ്ടാകുന്ന ഒരു രാശിക്കാരാണ് കുംഭക്കൂറുകാർ. ജന്മശനിയുടെ കാഠിന്യം മൂലം വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ടവർ. കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നിവ ചേരുന്നതാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അത്ര നല്ല സമയത്തിലൂടെ അല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഈ ജന്മശനി കാലത്ത് വേനലിൽ മഴ എന്ന് പറയുന്നത് പോലെ കുളിർമയേകുന്ന ഒരു കാര്യമാണ് ശുക്രൻ്റെ രാശിമാറ്റം. 2ാം ഭാവത്തിലേക്ക്, ധനത്തിൻ്റെ സ്ഥാനത്തേക്ക് ശുക്രൻ ഉച്ചസ്ഥനായി വരികയാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉറപ്പായും ഉണ്ടാകുന്നതാണ്. നിലവിലുള്ള പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരു പരിധിവരെ മാറുന്നതായിരിക്കും. പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതും അതിനുള്ള സാമ്പത്തികമൊക്കെ വന്നു ചേരുന്നതുമായിരിക്കും. കുടുംബത്തിൽ നല്ല അന്തരീക്ഷം കളിയാടുന്നതായിരിക്കും. ഇങ്ങനെ ഏറ്റവും മോശമായ ഈ സമയത്ത് ഒരു കുളിർമഴയായി ഇപ്പോഴത്തെ ശുക്രൻ്റെ രാശിമാറ്റം കുംഭക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത് മീനക്കൂറുകാർക്കാണ്. കാരണം മീനം കൂറുകാരെ സംബന്ധിച്ച് മീനൻ രാശിയിലേക്ക് തന്നെയാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത്. കാരണം മീനൻ രാശിയാണ് ശുക്രൻ്റെ ഉച്ചരാശി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏഴരശനിയുടെ തുടക്കമൊക്കെയാണ് എങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നതും ഈ വരുന്ന 4 മാസക്കാലം വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതുമായിരിക്കും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം, അതുപോലെ തന്നെ സാമ്പത്തികമായി നേട്ടങ്ങൾ, വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാനും ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിയുന്നതായിരിക്കും. ശാരീരികമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്നതിൻ്റെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതായിരിക്കും. പൊതുവേ വളരെ ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം പൊതുവെ എല്ലാ നക്ഷത്രക്കാരും ഗുണഫലങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എങ്കിൽ ഈ ഫലങ്ങൾ ഗ്രഹനിലയിലെ ശുക്രൻ്റെ അവസ്ഥ കൂടി നോക്കിയേ നമുക്ക് പൂർണ്ണ ഫലങ്ങളെന്ന് പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നിലവിലുള്ള ഗ്രഹസ്ഥിതി, അതായത് ഇപ്പം ഏത് അപഹാരമാണ്, ഏത് ചിത്രാപഹാരമാണ് എന്നുള്ളതൊക്കെ അതിന് ഒരു പരിധിവരെയൊക്കെ സ്വാധീനിക്കുമെങ്കിൽ പോലും പൊതുവെ ഈ ഫലങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ വന്നു ചേരുന്നതും വരുന്ന 4 മാസക്കാലം ഈ നക്ഷത്രക്കാർക്കൊക്കെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എൻ്റെ തന്നെ ആയാലും ശുക്രനിൽ സൂചിക്കാത്തവരില്ല എന്നുള്ളതാണ് ചൊല്ല്. അതിൻ്റെ ഗുണങ്ങൾ എന്തായാലും ലഭിക്കുന്നതിന് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മളെക്കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊക്കെ ചെയ്തു പോവുക. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.